എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതിക്കുട്ടിയും അവിടുന്ന് പറഞ്ഞ് വിടുവാണ് എന്നറിയുമ്പോൾ ആകെ സങ്കടമാട്ടോ രേവതിക്കുട്ടിക്കും. കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അലീനെ. നമ്മളുടെ വീടല്ലായിരുന്നു ചേച്ചി ഇത്, നമ്മൾ ഒരുമിച്ച് വളർന്നതല്ലേ ഇവിടെ, അതുകൊണ്ട് ഞാൻ ചേച്ചി വിട്ട് പോകില്ല എന്ന് പറയുമ്പം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ ബ്രിജിത്താമ്മയ്ക്ക് അമ്മ പോകുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ ഏതെങ്കിലും ഒരു കരങ്ങളിലേക്ക് എത്തിക്കണ്ടേ, അതുകൊണ്ടല്ലേ ബ്രിജിത്താമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. എങ്കിലും രേവതിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ചേച്ചിയെ വിട്ടു പോകില്ല, എന്നെ കൊന്നാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുവാണ് രേവതി. അന്നേരം ഒരുപാട് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അലീന. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ അമ്മ വൈജയന്തിയാണ്. അപ്പം ഒരു ഫോൺ കോൾ വരുന്നു, വൈജയന്തിയുടെ മകൾ അത് എടുത്തുകൊണ്ട് കൊടുക്കുവാണ്. അമ്മ കമലാൻ്റിയാണ് എന്ന് പറഞ്ഞ് ഫോൺ മേടിച്ച് കഴിഞ്ഞ് ഹലോ എന്ന് വെക്കുന്നത്, ഞാൻ കമലയാണ്, അച്ഛനിവിടെ ഭയങ്കര കൂടുതലാണ്, പെട്ടെന്ന് വയ്യാണ്ടായി, ശ്വാസമുട്ടലൊക്കെ ഉണ്ട്, പറയുന്നത് പോലും നേരെ തിരിയുന്നില്ല, ആ ഒരവസ്ഥയിലേക്ക് എത്തി, നിന്നെ കാണണം എന്ന് പറഞ്ഞ് അച്ഛൻ ഒരുപാട് തവണ നിന്നെ അന്വേഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഡോക്ടർ വന്നില്ലേ, ഡോക്ടർ നോക്കിയില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഡോക്ടർ വന്നു, ഡോക്ടർ പറഞ്ഞത് ഇനി വലിയ രക്ഷയില്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാനാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പം ആയിക്കോട്ടെ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബാലചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുക കേട്ടോ. ഭർത്താവാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ യാത്രയിലായിരുന്നു. വൈജയന്തിയുടെ ഫോൺ കോൾ കാണുമ്പോൾ വണ്ടി ഒന്ന് ഒതുക്കി ഫോൺ എടുക്കുക, എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം പറയുവാണ് അച്ഛൻ ആകെ സുഖമില്ലാണ്ടായി, അച്ഛൻ്റെ അടുത്ത് വരെ പോകണം എന്ന് പറയുമ്പം അച്ഛനെ വയ്യാതിരിക്കുമല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർ കൂടെ കാണാൻ പോകാം, പെട്ടെന്ന് വാ എന്ന് പറയുമ്പം ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നേ ഉള്ളൂ, താമസിക്കും, അതുകൊണ്ട് നീ പോയിക്കോ, ഞാൻ പുറകെ എത്തിക്കോളാം എന്ന് പറയുന്നു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പറയുവാണ് എൻ്റെ കാര്യത്തിന് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം തിരക്കാണ്, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുമെന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വൈജയന്തി അവിടെ നിന്ന് പോരുന്നത്. പിന്നീട് മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശന് തീരെ വയ്യ, അടുത്ത് രഞ്ജു ഇരിപ്പുണ്ട് ഫോണിൽ നോക്കിക്കൊണ്ട്. ഈ സമയമാണ് വൈജയന്തി അങ്ങോട്ട് വരുന്നത്. വൈജയന്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറി വരുന്നതേ കമല ഓടിച്ചില്ല, എന്നിട്ട് പറയുന്നുണ്ട് അച്ഛന് തീരെ സുഖമില്ല, നിന്നെ കാണണമെന്ന് ഇപ്പോൾ കുറേ തവണ പറഞ്ഞു, എന്തിനാണെന്നറിയത്തില്ല, വാ എന്ന് പറഞ്ഞ് മേളിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുക. അന്നേരം ആദ്യം ചെല്ലുന്നത് കമലയാണ്. കമല ആദ്യമേ ചെന്ന് പയ്യെ ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കുക. അപ്പോൾ രഞ്ജു നോക്കുമ്പോഴേക്കും ആൾ വരുന്നുണ്ട്, ഫോണൊക്കെ മാറ്റി നേരാവണ്ണം ഇരിക്കാനായിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുവാണ്. രഞ്ജു അന്നേരം പെട്ടെന്ന് മിടുക്കിക്കുട്ടിയായിട്ടിരിക്കും കേട്ടോ, ഫോണൊക്കെ മാറ്റി. ഏതായാലും വൈജയന്തി റൂമിലേക്ക് വരുന്നു. എന്നിട്ട് എന്താ അച്ഛൻ എന്താ പറ്റിയേ, സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ കിടക്കുക. അന്നേരം കമല പറയുന്നുണ്ട് പൊന്നുമോളോട് പിണക്കമാണെന്നാണ് തോന്നുന്നത്, ഒരാഴ്ച ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട് അച്ഛനെ കാണാൻ, അതിൻ്റെ പിണക്കമായി കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആണോ അച്ഛൻ എന്നോട് പിണക്കമാണോ എന്ന് ചോദിക്കുമ്പം മിണ്ടത്തില്ലേ. അന്നേരം കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പം കൈ വിടിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ്. അന്നേരം ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ എന്നോട് പിണക്കമാണോ, അച്ഛനൊന്ന് കണ്ണ് തുറന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പയ്യെ ഇങ്ങനെ കണ്ണ് തുറക്കും. എന്നിട്ട് എന്താ അച്ഛാ അച്ഛൻ എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നെങ്കിൽ അവിടെ നിൽക്കുന്ന കമല ഇങ്ങനെ നോക്കുക. അന്നേരം വൈജയന്തി കമലയോട് പറയും ഏട്ടത്തി എന്നോട് എന്തോ പറയാനുണ്ടെന്നാണ് തോന്നുന്നത്, എന്നാൽ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയുമ്പം അയ്യോ ഇങ്ങനെ രഹസ്യം പറയാനുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ പറയണ്ടേ, ഇങ്ങനെ പറയുന്നത് മനുഷ്യന് തീയാതാകുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ഇനി എന്ത് മനസ്സിലാകാനാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ രഹസ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. അന്നേരം അവിടെ രഞ്ജു ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം രഞ്ജു നീ ഇങ്ങോട്ട് പോരെ, അവർ രഹസ്യങ്ങളൊക്കെ പറയട്ടെ എന്നിങ്ങനെ ഒന്ന് കുത്തി പറയില്ലേ, അതുപോലെ പറഞ്ഞിട്ടാണ് അവിടുന്ന് കമല ഇങ്ങനെ ഇറങ്ങി പോരുന്നത്. അവരിങ്ങ് പോയി കഴിയുമ്പോൾ വൈജയന്തി ചോദിക്കും അച്ഛൻ എന്താ എന്നോട് പറയാനുള്ളത് പറ എന്നിങ്ങനെ പറയുക. എന്നിങ്ങനെ വിഷമിച്ച് ഈ അലീനയുടെ കാര്യമാണ് മുത്തശ്ശൻ പറയാൻ ശ്രമിക്കുന്നത്, നിൻ്റെ മകൾ നശിച്ചു പോയിട്ടില്ല, അവളെ നന്നായിട്ട് നോക്കണം എന്നൊക്കെയാണ് മുത്തശ്ശൻ പറയാൻ ശ്രമിക്കുന്നത്. അന്നേരം വൈജയന്തിക്ക് മനസ്സിലാകുന്നത് അങ്ങനൊരു മകളുണ്ടെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് മക്കളെ നന്നായിട്ട് നോക്കണം എന്നാണോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം മനുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്നും തിരിയില്ല കേട്ടോ. അന്നേരം മനു അങ്ങ് ബാംഗ്ലൂരല്ലേ, അവനിപ്പോൾ തന്നെ എത്തും എന്നൊക്കെ പറയുക. അന്നേരം അങ്ങനെ അടുത്തോട്ട് വാന്ന് പറഞ്ഞിട്ട് ചെവി പറയാമെന്ന് പറയുക. അന്നേരം ചെവി ഇങ്ങനെ ചേർത്ത് വെക്കും. അന്നേരവും മുത്തശ്ശൻ പറയുന്ന അലീനയെ പറ്റി തന്നെയാട്ടോ. ഏതായാലും മുത്തശ്ശൻ പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ട് വൈജയന്തിക്ക് ഒന്നും കറക്റ്റായിട്ട് തിരിയുന്നില്ല. അന്നേരം അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായി തന്നെ നടന്നോളും, അവരുടെയൊക്കെ വിചാരം അച്ഛൻ എന്തൊക്കെയോ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്നാണ്, സ്വർണ്ണമോ പണമോ ഭൂസ്വത്തോ എന്തൊക്കെയോ. ഏതായാലും അച്ഛൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നും അച്ഛനെല്ലാം ആൺമക്കൾക്ക് കൊടുത്തു എന്ന് എനിക്കെല്ലാം അറിയത്തുള്ളൂ എന്നങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ഇത്തിരി സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് ബ്രിജിത്താമ്മയാണ് കാണിക്കുന്നത്. ബ്രിജിത്താമ്മയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ട് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുവാണ് അലീന. അത് കഴിഞ്ഞ് ഗുളിക കഴിക്കാൻ പറയുമ്പോൾ ബ്രിജിത്താമ്മയ്ക്ക് മടിയാണ്, എന്നിട്ട് പിന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കും. അതിനുശേഷം ബ്രിജിത്താമ്മ അലീനയോട് പറയുവാണ് നാളെ രേവതിക്കുട്ടി കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരുമെന്ന്. അത് കേൾക്കുന്നതേ ഭയങ്കര സങ്കടമാകും അലീനയ്ക്ക്. നാളെ തന്നെ കൊണ്ടുപോകുമോ എന്നിങ്ങനെ ചോദിക്കുമ്പം അതറിയില്ല, അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ കൊണ്ടുപോകുമോ എന്ന് പറയും. അന്നേരം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കുവാണ് അലീന. അന്നേരം പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേറൊരാളോടും മോളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്,
അവരെ വിളിക്കാം എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ആകെ സങ്കടമാണ് അലീനയ്ക്ക്. അവളും പോകുക അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം വേറെ നിവൃത്തിയില്ലല്ലോ, ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിക്കണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട് ബ്രിജിത്തമ്മ. എന്നിട്ട് പറയുവാണ്, അവളുടെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കോണം, എറണാകുളം പാലാരിവട്ടം എന്ന സ്ഥലത്തേക്കാണ് മോളെ വിടുന്നത്, നീ ഇടയ്ക്ക് പോയി അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ അവർ പോകുന്ന കൂട്ടത്തിൽ നീ അവരുടെ കൂടെ പോകണം, എന്നിട്ട് അവിടെ ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം വന്നാൽ മതി എന്ന് പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ കൂടെ ചെല്ലാൻ അവർ സമ്മതിക്കുമോ എന്ന്. അന്നേരം സമ്മതിക്കണം എങ്കിലേ പറഞ്ഞു വിടുന്നുള്ളൂ, കാരണം ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരാനുള്ള സമയമൊന്നും മോൾക്ക് കിട്ടിയല്ല, പിന്നെ ഒരു ദിവസം നീ അവിടെ നിൽക്കുവാണെങ്കിൽ അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അലീനെ ബ്രിജിത്തമ്മ. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയെ കൊണ്ടുപോകാനുള്ള ആൾ വരുന്നതാണ്. മാമച്ചൻ എന്ന് പറഞ്ഞ ആളാണ് ഭാര്യനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അന്നേരം ഈ സ്ഥലം തന്നെയാണോ എന്ന് അവർക്ക് ചെറിയ സംശയമുണ്ട്. അവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോഴേക്കും അകത്തുനിന്ന് ബ്രിജിത്താമ്മയും അലീനയും കൂടെ ഇറങ്ങി വരും. അന്നേരം എറണാകുളത്ത് നിന്ന് വന്നവരാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. അവർ അകത്തോട്ട് കയറിയിരിക്കുന്നു. എന്നിട്ട് പറയുവാണ്, അതെ ഇവിടെ ഒരു സ്ത്രീ വീട്ടുജോലിക്കായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരെ ഒന്ന് വിളിക്കാവോ, കൊള്ളാവുന്ന സ്ത്രീ ആണെങ്കിൽ ഇപ്പം തന്നെ കൊണ്ടുപോകാം എന്നോർത്താണ് എന്നൊക്കെ പറയും. അന്നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, അതൊരു സ്ത്രീ ഒന്നുമല്ല, 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ 18 വയസ്സ് പോലും തികഞ്ഞില്ലേ, ഇങ്ങനെയൊന്നും മാമച്ചൻ എന്നോട് പറഞ്ഞില്ല കേട്ടോ എന്ന് പറയും. എന്നിട്ട് പറയുക, അതെ ഏതായാലും ആ പെൺകുട്ടി ഇങ്ങോട്ട് വിളിക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടെ കൊണ്ടുപോകാമല്ലോ എന്നിങ്ങനെ പറയുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി നീരസത്തോടു കൂടി പറയുവാണ്, ഞാൻ കരുതി നല്ല എക്സ്പീരിയൻസ് ഉള്ള വല്ല സ്ത്രീകളും ആയിരിക്കുമെന്ന്, അങ്ങനെയാകുമ്പം പേടിക്കണ്ടായിരുന്നു, ഇതിപ്പോൾ ഇതിൻ്റെ പുറകെ ഞങ്ങൾ നടക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മോളെ ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി, എങ്കിലേ ഞങ്ങൾ കൂടെ പറഞ്ഞു വിടുന്നുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പം ഏതായാലും മാമച്ചൻ പറഞ്ഞതല്ലേ കൊണ്ടുപോയേക്കാം, ഏതായാലും ആ പെൺകുട്ടി വിളിക്കുക എന്ന് പറയും. അന്നേരം വിളിക്കാനായിട്ട് പോവുകയാണ് അലീന അകത്തോട്ട്. മോളെ വിളിച്ചുകൊണ്ട് വരുന്നു. രേവതിക്കുട്ടിയെ കാണുന്നതിക്കും, അയ്യോ ഇത്രയും ചെറിയ പെൺകുട്ടിയാണ്, ഇതിനെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗസ്റ്റ് വരികയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്, ഇതിപ്പോൾ ഈ പെൺകൊച്ചിനെ കൊണ്ടുപോകണ്ടേ ഞാൻ ഇവൾക്ക് കാവൽ നിൽക്കണ്ടേന്ന് ചോദിക്കും. അന്നേരവും ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി, മാമച്ചൻ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, മാമച്ചൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം, ഏതായാലും റെഡിയായി വരാൻ പറ എന്ന് പറയും. അന്നേരം ബാഗൊക്കെ എടുക്കാനായിട്ട് അകത്തോട്ട് പോവുകയാണ് രേവതിക്കുട്ടി, കൂടെ അലീനയും പോകുന്നുണ്ട്. പിന്നെ അന്നേരം കുറച്ച് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് തന്നെ എന്ന് പറയും. അന്നേരം ആ എഗ്രിമെൻറ്റ് എടുക്കാനായിട്ട് ബ്രിജിത്താമ്മ അകത്തോട്ട് പോകുന്നു. രേവതി മോള് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആകെ സങ്കടമാട്ടോ, വിഷമിച്ചിങ്ങനെ സങ്കടപ്പെടുവാണ്. അന്നേരം അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ ബാഗ് എടുത്തുകൊണ്ട് വാ, നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ കെട്ടിപ്പിടിച്ച കാര്യമാണ്, ഇത് നമ്മുടെ വീടല്ലായിരുന്നോ, നമ്മൾ ഒരുമിച്ചല്ലേ ചേച്ചി വളർന്നത് എന്ന് വെച്ച് കരയുന്നുണ്ട്. ഒരുവിധം ആശ്വസിപ്പിച്ച് അലീനെ മോളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം അവിടെ നിന്ന് അവർ ആ എഗ്രിമെൻ്റ് എല്ലാം വായിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. മുഖത്താണ് ഒരു ലോഡ് പുച്ഛമൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്, എഗ്രിമെൻറ്റിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോഴാണ്. എന്നാലും വായിച്ചു കഴിയുമ്പോഴേക്കും ബ്രിജിത്താമ്മ പറയും, സമ്മതമാണെങ്കിൽ സൈൻ ചെയ്തു. അങ്ങനെ അവർ സൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് രേവതിക്കുട്ടിയും സൈൻ ചെയ്യുന്നു. സാക്ഷിയായിട്ട് അലീനെ കൊണ്ടും സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത്രയും സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ പറയും, പെട്ടെന്ന് വാ, 5-6 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ളതാണ് എന്ന് പറയുമ്പം ബ്രിജിത്താമ്മ ആ സൈൻ ചെയ്ത പേപ്പറൊക്കെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഞങ്ങൾക്ക് തന്നെ, അതുപോലെ ആധാറിൻ്റെ ഒക്കെ കോപ്പി തന്നെ എന്ന് പറയുമ്പം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ എടുത്ത് തന്നേക്കാം എന്ന് പറയാം. അന്നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, അത് വേണ്ട, നാളെ അലീന വരുമ്പോൾ അലീനയുടെ കൈ കൊടുത്തു വിട്ടാൽ മതി, അലീന നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, അലീനയോ അതെന്തിനാ കൂടെ വരുന്നത് എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് ബ്രിജിത്താമ്മ പറയും കേട്ടോ. അന്നേരം ഒരു ഇഷ്ടക്കേടോടെ നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.